SP സുഭാഷ് ബാബു സാറിലേക്കാണ്. ശ്രീ സുഭാഷ് ബാബു, ഏതാണ്ട് സംസ്ഥാന പോലീസ് ഈ വിഷയം അന്വേഷിക്കുമ്പോൾ തന്നെ ഇയാളെക്കുറിച്ചുള്ള ചില ചിത്രങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്കൊക്കെ വളരെ കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇയാളുടെ ഒരു ഭീകരമുഖം അനാവരണം ചെയ്യപ്പെടുന്ന ഒരു രീതി നമ്മൾ കണ്ടില്ല. അത്തരത്തിലുള്ള അന്വേഷണം നടന്നുവോ എന്നുള്ള കാര്യത്തിൽ പോലും വലിയ തർക്കം ആ സമയത്തൊക്കെ നിലനിന്നിരുന്നു. കുറ്റപത്രത്തിൽ ചെറിയ കാര്യങ്ങളാണ് പരാമർശിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം ഇയാൾ ഒരു ജാമ്യാപേക്ഷ നൽകി. അതിനുള്ള മറുപടിയിലാണ് NIA കോടതിയിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞത്. കാഫറുകളെ കൊന്നൊടുക്കുകയായിരുന്നു വളരെ കൃത്യമായി ഈ ഭീകരവാദി ലക്ഷ്യമിട്ടത്. തീർച്ചയായും മതഭീകരവാദം ഉള്ളിൽ കൊണ്ടു നടന്ന് കാഫറുകളെ കൊല്ലാൻ വേണ്ടി നമ്മുടെ ട്രെയിനകത്ത് കയറി നിരപരാധികളെ കൊന്നൊടുക്കാൻ ശ്രമിച്ച ആളാണ് ഇയാൾ. മാത്രവുമല്ല, ഇയാൾക്ക് പ്രചോദനമായത് സക്കീർ നായിക് മുതൽ പാകിസ്ഥാനിലെ തീവ്ര മതപ്രഭാഷകർ വരെ അവരുടെ ഉദ്ബോധനങ്ങളാണ് ഇയാളുടെ വഴികാട്ടി എന്നും പറയപ്പെടുന്നു. അപ്പോൾ എവിടെയാണ് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു വീഴ്ച അക്കാര്യത്തിൽ ഉണ്ടായോ? എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലേക്കൊരു നിഗമനത്തിൽ പോലീസിന് എത്താൻ കഴിയാതിരുന്നത്? അല്ല, സാധാരണ ഭീകരവാദ കേസുകൾ കേരളത്തിൽ അന്വേഷിക്കുമ്പോൾ ഒരു ഭീകരവാദമുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നതിന് പൊതുവെ അമാന്തം കാണിക്കുന്ന ഒരു വിഭാഗമാണ് കേരള പോലീസ് എന്ന് എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. കാരണം ഞാൻ കുറെ കേസുകൾ അന്വേഷിച്ചു എന്നുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ബോധ്യപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന എന്താ പറയുക, ഒരു കേസാണെന്ന് അന്വേഷിച്ച് നമുക്കറിയാമല്ലോ. അന്വേഷിച്ചതിന് അവസരത്തിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ADGPയും അതുപോലെ തന്നെ IG ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം പഴിചാരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ സാധാരണ ഇല്ലാത്ത മാതിരി ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് വേണ്ടി സസ്പെൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിയെ സസ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിനെ കുറെ നാൾ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു. ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യം. കാരണം എന്താ, അദ്ദേഹം ചെയ്തത് ആകെ എന്താന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തൊരു വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അവസരത്തിൽ ആ കൊണ്ടുവരുന്നതിന് അദ്ദേഹം ഈ ATSന്റെ ചാർജ് കേരളത്തിൽ വഹിക്കുന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് അതിനെ പിന്തുടർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം. അദ്ദേഹം അല്ലാണ്ട് പിന്നെ ആരാണ് പിന്തുടർന്നത് ചോദ്യത്തിന് ഇതുവരെ ആർക്കും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അവിടൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തീവ്രവാദികളെ വെള്ളപൂശിയിട്ട് അവരാണ് എന്ന് പറയാനുള്ള വൈമനസ്യം കൊണ്ട് അത് അടക്കി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെതിരെ ഒരു ശ്രമം ഒരു IPS ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഉണ്ടായതിന്റെ പരിണിത ഫലമായിട്ടാണ് ആ സസ്പെൻഷൻ ഉണ്ടായത്. അപ്പൊ മനസ്സിലാക്കാം, അതിൽ ഏകദേശം ഊഹിക്കാമല്ലോ. IG റാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം താല്പര്യപ്രകാരമാണ് അത് ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് ആലോചിക്കാം. അതിന്റെ പിന്നിൽ എന്താണ്, തീവ്രവാദം എന്ന് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു. കാരണം പത്രപ്രവർത്തകരൊക്കെ അദ്ദേഹമായിട്ട് സംസാരിച്ച് അദ്ദേഹം എല്ലാവരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകി ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ ഇത് മൂടി വെക്കണം. അതിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് ഒരു സസ്പെൻഷൻ നടന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ എങ്ങനെങ്കിലും ഇത് തമസ്കരിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിന്. കാരണം ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തീവ്രവാദം വേണ്ടെന്നോ ഇത് ഷഹീൻ ബാഗുകാരനാണെന്നും ഇദ്ദേഹം ഇങ്ങനെ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ സൈറ്റുകളൊക്കെ പരിശോധിക്കുന്നു എന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ NIAയും അതുപോലെ തന്നെ IB ഇന്റലിജൻസ് ബ്യൂറോയും പറഞ്ഞിട്ടും ആ ഭാഗം അന്വേഷിക്കാതെ അതിട്ട് ഉരുട്ടി മിരട്ടി കളിച്ച് അവസാനം ആരും മാർഗമൊന്നും ഇല്ലാണ്ട് NIA കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് നമ്മളിപ്പം ഇവിടെ തീവ്രവാദം ടെററിസ്റ്റ് കേസുകളൊക്കെ അതിന്റെ പിന്നിൽ ചാർജ് ചെയ്തത്. എന്നാലും വളരെ വിദഗ്ധമായ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം കൈകാര്യം ചെയ്ത അവസരം നേരത്തെ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ പറഞ്ഞ പ്രകാരം ഡൽഹിയിലുള്ള മനുഷ്യൻ കേരളത്തിൽ ഇതുവരെ വരാത്തവൻ ഇവിടെ വന്നിട്ട് ഷൊർണൂർ വന്നിറങ്ങി അവിടെ തന്നെ കുറെ സമയം ചെലവഴിക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു പോവുക, ആ ട്രെയിനിൽ അവിടെ മാതിരി തന്നെ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുക. ഇതെന്താണ് അത് ചെയ്തതിന് ശേഷവും അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ട്രെയിനിൽ ഉണ്ടായ ഒരു രസകരമായ സംഭവം കൂടി ഓർത്തു പോകുകയാണ്. ആ ഘട്ടത്തിൽ, അതായത് ഡൽഹിയിൽ നിന്ന് ഷഹീൻബാഗിൽ നിന്നാണ് ഇയാൾ ഇവിടെ എത്തുന്നത്. ഈ ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന കൊടും ഭീകരൻ ഇവിടെ എത്തുന്നത് ഷഹീൻബാഗിൽ നിന്നാണ്. ഷഹീൻബാഗ് എന്ന പേര് പോലും ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളടക്കം മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇയാളുടെ സ്വദേശം പിന്നീട് ഡൽഹി എന്ന് മാത്രം പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഷഹീൻബാഗിലൊക്കെ CAA പ്രക്ഷോഭകാലത്ത് എന്താണ് നടന്നതെന്ന് നമ്മളെല്ലാം കണ്ടതാണ്.